ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം. എപ്പോഴും ഷോപ്പിങ്ങിന് പോകുന്നത് ചെന്നൈ ലോക്കൽ ട്രെയിൻ, സബർബൻ ട്രെയിൻസിൽ കയറിയിട്ടാണ്. പക്ഷേ ഈ വട്ടം ഞങ്ങളൊരു ചേഞ്ച് എടുത്തു. യൂബർ എടുത്തിട്ടാണ് ഷോപ്പിങ്ങിന് പോയത്. അപ്പോൾ ബൈ റോഡ് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെയുള്ള റോഡുകളല്ല. അവിടെ ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഫ്ലൈ ഓവേഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫ്ലൈ ഓവേഴ്സ് ചെന്നൈയിൽ പോയിട്ടുള്ളവർക്കറിയാം. ഒരുപാട് ഫ്ലൈ ഓവേഴ്സ് ഉണ്ട്. അത് ചെറിയ സിറ്റിയിലും വലിയ സിറ്റിയിലും ഒക്കെ ഫ്ലൈ ഓവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പോകുന്നത് വണ്ടല്ലൂർ വഴിയാണ്. വണ്ടല്ലൂർ സൂവിൻ്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂവിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡ് നേരെ ചെന്നൈ സെൻട്രലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് കാണുന്നത് മെട്രോയാണ്. ചെന്നൈ എയർപോർട്ടാണ്. 96 ഫിലിം കണ്ടിട്ടുള്ളവർ ഈ എയ്റോ ഹബ്ബ് കണ്ടിട്ടുണ്ടാവും. ഒരു പാട്ടിലൊക്കെ കാണുന്ന അതേ എയ്റോ ഹബ്ബാണ്, ചെന്നൈ എയ്റോ ഹബ്ബാണ് തിരുസൂലത്തുള്ളത്. സോ അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ പോകുന്നു. എയറോഡോമിൻ്റെ അവിടെ നിന്നാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ചെന്നൈ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് മെട്രോയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് കുറച്ചധികം ദൂരം ഉണ്ട് ടി നഗർ വരെ, സെൻട്രൽ വരെ പോകാനായിട്ട്. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നതാണ് കേട്ടോ. ഇത് മെട്രോയുടെ വേറൊരു ലൈൻ കണ്ടതാണ് കേട്ടോ. കൊച്ചി മെട്രോ പോലെ സിംഗിൾ ലൈൻ മെട്രോ അല്ല. ഇവിടെ 2 ലൈൻസ് ആയിട്ട് ഒരുവിധം റൂട്ട്സ് കവർ ചെയ്തിട്ടാണ് അവിടുത്തെ മെട്രോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ITC ഗ്രാൻഡ് ചോള, ചെന്നൈ ഗ്രാൻഡ് ചോള, അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതെന്താ വെച്ചാൽ സൊമാറ്റോയുടെ ലാർജോയുടെ ഒരു ചെറിയ വർക്കുകളാണ് കേട്ടോ. ഒരു ലേഡിയാണത് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു കൗതുകം തോന്നി എടുത്തതാണ്. ഇത് സ്നേഹാലയ സിൽക്സ്, ആക്ട്രസ് സ്നേഹയുടെ ടി നഗറുള്ള സിൽക്ക് സാരി ഷോറൂമാണ്. അപ്പം നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നതാണ് ടി നഗർ. ഇതാണ് ടി നഗർ. ഇവിടെ ഒരുപാട് ജ്വല്ലറീസും ഒരുപാട് സിൽക്ക് സാരി ഷോറൂംസും ടെക്സ്റ്റൈൽസും എല്ലാം ഉണ്ട്. ഇപ്പറേ സൈഡിലാണ് ആറങ്കേവി, ജയചന്ദ്രൻ, ശരവണ, അങ്ങനെ ഒരുപാട് കടകൾ. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് നേരെ പോത്തീസ് ട്രഡീഷണലിലേക്കാണ്. ഒരു 2 പട്ടുസാരി എടുക്കാനായിട്ടാണ് പോകുന്നത്. സിൽക്ക് സാരി എടുക്കണം, കുറച്ച് കല്യാണം ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യമേ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ കയറി ഞങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാണുന്ന കാഷ്വൽ വെയർ ആണ്, അല്ലെ ഡെയിലി വെയർ ആയിട്ടുള്ള സാരികളാണ്. ചെന്നൈയിൽ പൊതുവേ കോട്ടൺ സാരികൾക്ക് നല്ല റേറ്റ് ആണ്. അതായത് 1000 എബവ് ആണ് കോട്ടൺ സാരികൾ. പക്ഷേ ഷിഫോൺ സാരിയും ജോർജറ്റും ഒക്കെ ഒരു 300, 350, അതിലും ലോ ആയിട്ടുള്ള സാരികളുണ്ട് കേട്ടോ. അങ്ങനെ സാരീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാനും അമ്മയും കൂടി കുറച്ച് കോട്ടൺ സാരികൾ നോക്കുവാണ്. അന്നേരം എൻ്റെ സിസ്റ്റർ പറയുന്നുണ്ട്, കോട്ടൺ സാരി നമ്മുടെ നാട്ടിലാണ് എടുക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ളത്, അവിടെ കോട്ടൺ സാരിക്ക് റേറ്റ് കൂടുതലാണ്. ഇതെല്ലാം ഒരു 1200, 1700, ഇതിനെന്തോ 1500 ഉണ്ടായിരുന്നു. നല്ല സാരിയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സാരി, ഈ സെയിം സാരി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കല്യാൺ സിൽക്സിൽ നിന്ന് എടുത്തപ്പോൾ ഞാൻ അതിന് കൊടുത്തത് 1200. പക്ഷേ ഇവിടെ അതിനേലും റേറ്റ് കൂടുതലുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ സാരികൾ ഉണ്ടായിരുന്നു. നല്ല കളർ ഷെയ്ഡ്സ് കണ്ടിട്ട് നോക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ സിൽക്ക് കോട്ടൺ സാരികളുണ്ട്. അപ്പോൾ സിൽക്ക് കോട്ടണും നോക്കുന്നുണ്ട് ഞങ്ങൾ. പല വെറൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻസും ഒക്കെ ഉള്ള സാരികൾ അവിടെ തന്നെ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കി ചെക്ക്ഡ് പാറ്റേൺ കണ്ടു, അതൊക്കെ നോക്കി പോവാണ്. ഇത് മംഗലാഗിരി കോട്ടൺ സാരി. മംഗലാഗിരി സാരി അറിയാവുന്നവർക്കറിയാം. ചെട്ടിനാട് കോട്ടൺ, മംഗലാഗിരി കോട്ടൺ, അങ്ങനത്തെ സാരികളാണ്. ഇതെല്ലാം ഒരു 900 എന്തോ സ്റ്റാർട്ട് ചെയ്യുന്ന സാരികളാണ്. ഇങ്ങനത്തെ 2-3 സാരി എനിക്കുണ്ട്, എനിക്കും അമ്മയ്ക്കും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ജയലക്ഷ്മി, നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രത്തെ ജയലക്ഷ്മിയിലും പോത്തീസിലും ഒക്കെ കിട്ടുന്ന സാരികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ കണ്ടപ്പോൾ നല്ല കളർ ഷെയ്ഡ്സ് കണ്ടിട്ടാണ് ഈ നോക്കുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇച്ചിരി ഏജ് ഉള്ള ആൾക്കാർക്ക് ഉടുക്കാൻ പറ്റുന്ന സാരികൾ, അങ്ങനെ കുറേ സാരികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഷിഫോണിൽ വരുന്ന സാരികളാണ്. ഷിഫോണ്, ജോർജറ്റ്, അതിലൊക്കെ വരുന്ന സാരികളാണ്. ഇത് മംഗലാഗിരി സിൽക്കിൽ വരുന്ന സാരിയാണ്. ഇതിനൊരു 5000 റേഞ്ച് ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. മംഗലാഗിരി സിൽക്കാണത്. നല്ല ബോർഡറൊക്കെ ആയിട്ട് ഫങ്ഷൻ, റിസപ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന നല്ല സാരി, നല്ല ഭംഗിയുണ്ട്. ഞാനത് വെച്ച് നോക്കും, എനിക്ക് അത്രയ്ക്കും അത് ഇഷ്ടമായിരുന്നു. പക്ഷേ എടുത്തില്ല. സിൽക്ക് എടുക്കാനായിട്ട് പോയത്. ഇങ്ങനത്തെ അല്ല, നമ്മുടെ നോർമൽ
കാഞ്ചീപുരം സിൽക്ക് പോലത്തെ സിൽക്ക് എടുക്കാൻ പോയതാ. ഇത് മംഗലാഗിരി കോട്ടൺ. ഇത് ലുലു സെലിബ്രേറ്റിൽ ഞാനൊരു 2300 എന്തോ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇൻസ്റ്റഗ്രാം പേജുകളിലെല്ലാം ഒരുപാട് പേജുകളിൽ ഇത് കാണാൻ പറ്റും. മംഗലാഗിരി ലൂം എന്നുള്ള ഒരു പേജ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന, എപ്പോഴും സെർച്ച് ചെയ്യുന്ന, അതിൻ്റെ സാരികൾ സെർച്ച് ചെയ്യുന്ന ഒരാളാണ്. അവർക്കും ഈ സാരികളുണ്ട്, പക്ഷെ അവർക്ക് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതൊരു 2300, 2700, 400 ആ റേഞ്ചിലൊക്കെ ഒത്തിരി സാരികളുണ്ട്. അപ്പോൾ കളർ ചേഞ്ച് വരുന്നതിനും ബോർഡർ വരുന്നതിനും അനുസരിച്ചിട്ടാണ് അവരുടെ റേറ്റ് ചേഞ്ച് വരുന്നത്. നല്ല സാരിയാണ് ഇത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കളക്ഷൻ ഇല്ല. എന്തായാലും ഒരു സാരി ഇങ്ങനത്തെ എടുക്കണം. മംഗലാഗിരി കോട്ടൻ്റെ ഇങ്ങനത്തെ ഒരു സാരി എടുക്കണം. പിന്നെ ഇപ്പം ഞാൻ ഈ നോക്കുന്ന ഗ്രീനും മെറൂൺ ബോർഡറും നാരായൺപട്ട് കോട്ടനാണ്. മംഗലാഗിരി കോട്ടനും മംഗലാഗിരി സിൽക്കും നാരായൺപട്ട് കോട്ടനും അവിടെ ഒരുപാട് സാരികളുണ്ടായിരുന്നു, ഒത്തിരി സാരികളുണ്ട്. ഇതിൽ കലങ്കാരിയുടെ സാരികൾ അവിടെ ഇരിപ്പുണ്ട്. കലങ്കാരി എല്ലാം 1000 റേഞ്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 850 സ്റ്റാർട്ട് ചെയ്യുന്ന കലങ്കാരി ഉണ്ടായിരുന്നു. പിന്നെ സിൽക്ക് കോട്ടൺ സാരീസ് അന്വേഷിച്ച് പോകുന്നതാണ് ഇതൊക്കെ. അവർ പറഞ്ഞു സിൽക്ക് കോട്ടൺ സാരീസ് ഉണ്ട് എന്ന്. അപ്പോൾ നേരെ കോട്ടൺ സാരി നോക്കാൻ പോയത് കൊണ്ട് അത് കാണാൻ നിന്നില്ല. ഇത് കഴിഞ്ഞിട്ട് സിൽക്ക് കോട്ടൺ അന്വേഷിച്ച് പോവുകയാണ്. ഇൻസ്റ്റഗ്രാം പേജുകളിലൊക്കെ ഒരുപാട് നമുക്ക് സിൽക്ക് കോട്ടൺ സാരീസ് കാണാൻ പറ്റും അല്ലെ. ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി ആൾക്കാർ സിൽക്ക് കോട്ടൺ സാരീസ് സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു 5500 റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു പേജാണ് സമ്പൂർണ്ണം ക്രിയേഷൻസ്. സമ്പൂർണ്ണം ക്രിയേഷൻസിന് നല്ല സിൽക്ക് കോട്ടൺ സാരീസാണ്. ചെക്ഡ് പാറ്റേൺ, നല്ല കളർ കോംബോ വരുന്ന ചെക്ഡ് പാറ്റേൺ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ശരി, ഇവിടെ പോയപ്പോൾ നേരെ നമുക്കൊരു സാരി നോക്കാം അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ സാരി എടുത്ത് കാണിക്കുവാണ്. നല്ല കളർ കോംബോയാണ് അവരിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ പറയും അവിടെ നിന്നൊരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ എടുത്ത് കാണിക്കണേന്ന് പറഞ്ഞിട്ട്. അത് തന്നെ ഞങ്ങളെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, ആ ബ്രൗണ് കണ്ടോ. അവരിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുക. നല്ല ഭംഗിയുണ്ട് കണ്ടോ. യെല്ലോയും മെറൂൺ, ഒരു ബ്രൗൺ ആണ്, മെറൂൺ അല്ല, ഒരു ബ്രൗൺ കോമ്പിനേഷൻ, ചെക്ഡ് പാറ്റേൺ, നല്ല ഭംഗിയുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ 5000 റേഞ്ച് തന്നെയാണ്. 5500, 400 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കളറും കൂടി, അവരൊരു ഗ്രീൻ ഷെയ്ഡും കൂടി ഞങ്ങളെ കാണിച്ചു. പക്ഷെ അതിൽ നിന്നല്ല ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാരി സിൽക്കാണ് എടുത്തത്. സോ ഇതൊരു ഗ്രീൻ കാണിക്കുന്നു. ചെക്കല്ലാത്ത പ്ലെയിൻ സിൽക്ക് കോട്ടൺ സാരീസും അവരുടെ കയ്യിലുണ്ട്. ഒരുപാട് വെറൈറ്റി ഓഫ് സാരീസ്. പോത്തീസ് പൊതുവെ അറിയാമായിരിക്കുമല്ലോ, എറണാകുളത്തും ട്രിവാൻഡ്രത്തും പോത്തീസ് ഉള്ളതാ. പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പോത്തീസിൽ ഭയങ്കര സാരി കളക്ഷൻ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാൻ പോവാണ്, സാരി നോക്കാൻ പോവാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് അവരുടെ സിൽക്ക്, ബനാറസി സിൽക്ക് എല്ലാം പ്യുവർ സിൽക്ക് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റെയർസ് കയറി മുകളിലേക്ക് എത്തി. അപ്സ്റ്റെയർ ഫസ്റ്റ് ഫ്ലോറിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ആദ്യം നോക്കാൻ പോയത് ബനാറസിയാണ്. ബനാറസി പ്യുവർ സിൽക്ക് സാരീസ് ആണ് നോക്കാൻ പോയത്. അപ്പോൾ നേരെ നടന്നങ്ങ് പോവാണ്. ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ നിങ്ങളെ. ഈ സൈഡിൽ നോക്ക്, എന്ത് ഭംഗിയുള്ളൊരു സ്റ്റോൺ ലേഡി ആണെന്ന് നോക്ക്. നല്ല ഭംഗിയായിട്ട് സ്റ്റോൺ കാർവിങ് ചെയ്തേക്കുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഗ്രേവ് ചെയ്ത് അഴകത്ത ഒരു സ്റ്റോൺ ലേഡി. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സാരി നോക്കാനായിട്ട് ഉള്ളിലേക്ക് കയറുവാണ്. നേരെ പോകുന്നത് ബനാറസി. ഈ എഡ്ജിലിരിക്കുന്നതെല്ലാം ബനാറസി സിൽക്കുകളാണ്. അപ്പോൾ ഒരു 4500 തുടങ്ങുന്ന ബനാറസി മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിലാണ്. ഷിഫോൺ ഉണ്ടായിരുന്നു, ചന്തേരി, പ്യുർ ബനാറസി മെറ്റീരിയൽ, ജോർജറ്റ്, ഇതിലെല്ലാം വരുന്ന ബനാറസി സാരീസ് അവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോന്നായിട്ട് ഞങ്ങളെ കാണിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പ്യുർ ബനാറസി മെറ്റീരിയൽ ഞങ്ങളെ കാണിച്ചാൽ മതി, ജോർജറ്റ്, ഷിഫോണും ചന്തേരിയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പ്യുർ ബനാറസിയിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്, സാരികളാണ് ഈ കാണിക്കുന്നത്. ഇതിൽ സോഫ്റ്റ് ബനാറസിയും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോഫ്റ്റ് ബനാറസി നല്ല ഭംഗിയുള്ള സാരികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബ്ലാക്കും റെഡും കോമ്പിനേഷൻ, ഇതിൻ്റെ വേറെ 2-3 കളേഴ്സ് ഉണ്ടായിരുന്നു. ബ്ലാക്കും റെഡും നല്ല ഭംഗി തോന്നിയത് കൊണ്ട് ഞാൻ എടുത്ത് നോക്കുന്നതാണേ. ഇത് റാണി പിങ്ക് ഷെയ്ഡിലുള്ള പ്യുർ ബനാറസി സിൽക്കാണ്. കഴിഞ്ഞ ഞാനൊരു ചെന്നൈ സിൽക്സിൽ പോയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലും ഇതേ റാണി പിങ്ക് ബനാറസി സാരി കാണിക്കുന്നുണ്ട്. ഈ റാണി പിങ്ക് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ബനാറസിയിൽ. നല്ല ഭംഗിയായി ഇത് ഉടുത്ത് കാണാൻ.
പക്ഷെ ഞങ്ങൾ നോക്കുന്നു എന്നല്ലാതെ റാണി പിങ്ക് ഷെയ്ഡ് ബനാറസി ആരും എടുത്തില്ല. ഞങ്ങളുടെ 3 പേരുടെയും കയ്യിലുള്ള ബനാറസിയില് റാണി പിങ്ക് ഇല്ല. അത് ഗ്രീൻ അങ്ങനെ പല ഷെയ്ഡ്സ് വരുന്നതാണ്. സോ ഇതൊക്കെ കണ്ടിട്ട് എഗെയിൻ ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് വേറെ വേറെ സാരികൾ നോക്കുവാണ്. ഇത് പേസ്റ്റൽ ഷെയ്ഡ് ബനാറസി ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവർ കാണിക്കുന്നത്. സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി. അപ്പം ഞങ്ങൾ ആ തൊട്ട് നോക്കുന്നത് കണ്ടാൽ അറിയാം. കണ്ടോ, ഇത് 5000 ഉണ്ടായിരുന്നുള്ളൂ. 4995 റുപ്പീസിന്റെ. നല്ല ഭംഗിയുണ്ട്. പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കോംബോ ആയിരിക്കും. ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്ത് ചോക്കറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതൊക്കെ അത് ഇച്ചിരി ഡാർക്കൻ ആയിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു. ദെൻ ഇതൊക്കെ നോക്കി ബനാറസി വേണ്ട, എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ ഈ ഒരു സൈഡ് മുഴുവൻ ലെഹങ്കയും സിൽക്ക്, പല ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, അതായത് കഫ്താൻ സിൽക്ക് ഉണ്ട്, പിന്നെ ബനാറസി സിൽക്ക് ഉണ്ട്, കട്ടാൻ സിൽക്ക് ഉണ്ട്, അങ്ങനെ പല പല ടൈപ്പ് സിൽക്കുകളാണ്. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമ്മുടെ കാഞ്ചീപുരം സിൽക്കും പിന്നെ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ആന്ധ്രയിലുള്ള പല വീവേഴ്സ് നെയ്യുന്ന സിൽക്കുകളുടെ സെക്ഷനിലേക്കാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പോകുന്നത്. അപ്പം പോത്തീസുകാരുടെ തന്നെ അവർക്ക് തന്നെ നെയ്ത്തുണ്ട്. അവർ തന്നെ നെയ്യുന്ന കുറേ സിൽക്കുകൾ അവിടെ ഉണ്ട്. ടിഷ്യൂ സാരിയൊക്കെ അങ്ങനെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയറി പോകുന്ന സൈഡിൽ 2 ആനകളെ വെച്ചിട്ടുണ്ട്. ഞങ്ങളപ്പോൾ അതിനെ ഇങ്ങനെ നോക്കി കാണുവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5000 ടു 10,000 റേഞ്ചിനകത്തുള്ള സാരി നോക്കാം എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. സോ അവിടെ എത്തി. അപ്പം ഞങ്ങളിങ്ങനെ സാരി നോക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു റേഞ്ചിനകത്തുള്ള സാരികളാണ്. 10,000 ബിലോ 5,000 എബോവ് ആയിട്ടുള്ള സാരികളാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇപ്പോഴത്തെ ടിഷ്യൂ സാരീസ് ആണ് കാണാൻ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ റേഞ്ചിൽ ഇങ്ങനത്തെ ടിഷ്യൂ സാരി കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് നാളായി ജയലക്ഷ്മിയിലും ലുലു സെലിബ്രിറ്റിയിലൊക്കെ പോയിട്ട്. സോ ഇത് ഇപ്പോൾ വന്നിട്ടുള്ള ചെക്ഡ് പാറ്റേൺ സിൽക്കാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സ് വന്നിട്ടുണ്ട്. നല്ല കളേഴ്സ് വന്നിട്ടുണ്ട്. അത് ഗോൾഡ് ജെറിയും ഉണ്ട്, സിൽവർ ജെറിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 7,500 ഇങ്ങനത്തെ ചെക്ഡ് പാറ്റേൺ, ചെറിയ ചെക്ക് പാറ്റേൺ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ബോർഡർലെസ് ആയിട്ടുള്ള ചെക്ഡ് പാറ്റേൺ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞാനിതൊന്നും എടുത്തില്ല. എനിക്കിതെന്തോ എടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇതിലേക്ക് പോയില്ല. പിന്നെ അവരോരോന്നായിട്ട് കാണിക്കുക കേട്ടോ. കുറേ സാരികൾ കാണിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ കണ്ട് റേറ്റൊക്കെ നോക്കി എന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന സാരികളാണ് ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെക്ഡ് പാറ്റേൺ ആണ്. ഇപ്പം ഫോൺ ക്യാമറയിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. അതിൻ്റെ വെറൈറ്റി ഓഫ് കളേഴ്സും പാറ്റേൺസ് ഉള്ളതും കാണിച്ചുകൊണ്ടിരിക്കുവാണേ. ഗ്രീൻ എല്ലാവർക്കും ഇഷ്ടമായി, എനിക്കിഷ്ടമായില്ല. നല്ല ഭംഗി. ഗ്രീൻ ആക്ച്വലി ഇത് ഫുൾ ഗോൾഡ് ആയിട്ട് തോന്നും. ആ പ്ലെയിൻ ബോർഡർ വരുന്നത് മാത്രമാണ് ഗ്രീൻ ആയിട്ടിരിക്കുക. ഞാനത് ഉടുത്ത് നോക്കിയായിരുന്നു, എന്നെ തന്നെ ഉടുപ്പിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഉടുപ്പിച്ചപ്പോൾ അത് ഫുൾ ഗോൾഡ് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യാത്തത്. അങ്ങനത്തെ സാരിയിലേക്ക് പോവാത്തത് ഞാൻ. ഇനി അവർ അടുത്ത സെറ്റ് ഓഫ് കുറേ സാരികൾ കാണിക്കുന്നതാണ്. ഇത് സിൽവർ ജെറിയിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. പക്ഷേ കല്യാണത്തിന് ഗോൾഡ് ജെറി മതി എന്നും പറഞ്ഞിട്ടാണ് ഇത് സെലക്ട് ചെയ്യാത്തത്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കോളം വന്നിട്ട്, കോളം സാരികൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു. ഇതും ഒരു 7,500 8,000 ആ റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വെറൈറ്റി ഓഫ് കളേഴ്സ്. ഇത് ഒലീവ് ഗ്രീൻ, നല്ല ഭംഗിയായിരുന്നേ. ഒലീവ് ഗ്രീൻ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ആ ഒരു സിൽവർ കോപ്പർ പോലെയല്ലേ ഇരിക്കുന്നത്. എനിക്ക് ഗോൾഡ് ജെറി തന്നെ വേണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാരി എടുക്കാണ്ടിരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഒലീവ് ഗ്രീൻ സാരി കാണാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ അടുത്ത സെറ്റ് ഓഫ് സാരികൾ ഞങ്ങളെ കാണിച്ച് തരുവാണ്. അപ്പം നേരത്തെ എടുത്തു വെച്ച സാരികൾ ഞാൻ ഒന്നുകൂടെ നോക്കുവാണ്. ഇത് പുതിയ സാരികൾ, അതേ റേഞ്ചിൽ തന്നെയുള്ള സാരികൾ കാണിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് ഓരോ സാരിയും കാണാൻ വേണ്ടിയിട്ട്. ഇത് പിങ്കിന് സിൽവർ ബോർഡർ. സിൽവർ വേണ്ടാന്ന് ആദ്യമേ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സിൽവർ ജെറി എടുക്കാണ്ട് ഗോൾഡ് ജെറിക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ
ടിഷ്യൂ സാരീസിലേക്ക് അഗെയിൻ തിരിച്ചു പോയിട്ട് ടിഷ്യൂ സാരി നോക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ പർച്ചേസ് ചെയ്ത സാരിയുടെ വീഡിയോ എടുത്തില്ല. അതൊരു ഫുൾ സെറ്റ് ഓഫ് കുറേ സാരികൾ എടുത്ത് ഇഷ്ടമായ ഒരു 3-4 സാരി എടുത്ത് വെച്ചിട്ട് അത് ഞാൻ ഡ്രേപ്പ് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഒരു സാരി സെലക്ട് ചെയ്തത്. പക്ഷേ ആ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സൈഡിലെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വീഡിയോ എടുത്തില്ല. പെട്ടെന്ന് ഇത്രയും സാരികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ഓഫ് ഗെറ്റിംഗ് ഏത് നമ്മൾ ചൂസ് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ട് ക്യാമറയിൽ ഫീച്ചർ ചെയ്യാൻ പെട്ടെന്ന് തോന്നിയില്ല. ഇങ്ങനെ കംപ്ലീറ്റ് ഡൗട്ട് അടിച്ച് ഡിലേമ സിറ്റുവേഷനിൽ നിൽക്കുവാണ്. എന്താ ചെയ്യണ്ടേ, ഏതാ സെലക്ട് ചെയ്യണ്ടേ എന്നുള്ള ഒരു അവസ്ഥ. അതുകൊണ്ടാണ് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. ഇനി അവർ അടുത്ത സെറ്റ് ഓഫ് സാരികൾ കാണിക്കുകയാണ്. അതിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള കുറച്ച് സാരികൾ ഒരുമിച്ച് വെച്ച് നോക്കാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ആ ഒരു സാരി ഒരു ടീൽ ഗ്രീൻ കളർ അതെനിക്കിഷ്ടമായി. പിന്നെ ഇത് മെറൂണും ബർഗണ്ടി രണ്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കളർ സാരി, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കുറച്ച് സാരികളൊക്കെ വെച്ച് നോക്കുകയാണ്. അതും സിൽവർ ജെറി തന്നെയാണ്. മോസ്റ്റ്ലി ഇപ്പോൾ സിൽവർ ജെറി വന്നിട്ടുണ്ട്. അത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു, സെയിൽസ്മാൻമാർ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സീനുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ട സാരിയുടെ തന്നെ വേറൊരു കളർ ഷെയ്ഡ്, ആദ്യം കാണിക്കാത്തൊരു കളർ ഷെയ്ഡ് അവരെ എടുത്തുകൊണ്ട് വന്നതാണത്. അപ്പോൾ അതാണ് ആ ബ്ലൂ. ഇത് ലാവൻഡർ നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഒരു ബജറ്റിനകത്ത് തന്നെയായിരുന്നു ഈ ലാവൻഡറും പിന്നെ യെല്ലോയും റെഡും. യെല്ലോയും വയലറ്റ് ഷെയ്ഡും ബോർഡർ ഉള്ളത് വേണം എന്ന് എനിക്കുണ്ടായിരുന്നു. റെഡിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ആ ലാവൻഡറും നല്ല ഭംഗിയുണ്ട്. പക്ഷെ ലാവൻഡർ സിൽവർ ജെറി, അതുകൊണ്ട് അതും എടുത്തില്ല. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, മൊത്തം സിൽക്കാണല്ലോ, ഫുള്ള് സിൽക്കിന്റെ സെക്ഷനിലാണ് ചെന്ന് നിൽക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല സിൽക്കുകളാണ്. ഇത് ഇത്രയും നേരം കാണിച്ച ആ പ്രിന്റഡ് കോളം പാറ്റേണിൽ വരുന്ന യെല്ലോ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ, മാമ്പഴ മഞ്ഞ. ആ യെല്ലോ ആണ്, മാമ്പഴ മഞ്ഞയാണ്, മാംഗോ യെല്ലോ. നല്ല ഭംഗിയുണ്ട്. ഫുൾ ഗോൾഡൻ പോലെ ഇരിക്കും. അപ്പോ അത് വേണ്ട, കല്യാണത്തിന് പോകുമ്പോൾ വേണ്ട, നമ്മളത് എടുക്കണ്ട എന്നുള്ള ഇതിൽ ആ സാരി എടുത്തില്ല. അത് കഴിഞ്ഞ് ഇനി ഓരോ സാരികളായിട്ട് ഞാനിങ്ങനെ വെച്ച് നോക്കുവാണ്, മിററിൽ നോക്കുകയാണ് ഇത് എങ്ങനെ ഉണ്ടാവും. എനിക്കിഷ്ടമായ കുറച്ച് സാരികൾ വെച്ച് നോക്കുന്നുണ്ട്. ഇങ്ങനെ അതെ ഓറഞ്ച് വെച്ച് നോക്കി. ഈ ഓറഞ്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതും പക്ഷെ സിൽവർ ജെറിയാണ്. ഇതും സിൽവർ ജെറിയാണ്. പക്ഷെ എല്ലാം ഇഷ്ടമാവുന്നുണ്ടായിരുന്നു. പിന്നെ സാരി സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് നോക്കുക, ഫുൾ സിൽക്ക്. ആ പിങ്കും ബ്ലാക്കും അതെനിക്ക് തോന്നുന്നു 22,000 18,000 അങ്ങനെ എന്തോ റേഞ്ച് ഉണ്ട്. ഇതെല്ലാം നല്ല വിലയുള്ള കാഞ്ചീപുരം സിൽക്കുകളാണ്. അപ്പം ഞാൻ സെലക്ട് ചെയ്ത സാരിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സൈഡിൽ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സെലക്ഷനിൽ വന്ന സാരികളാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. ഇതിൽ നിന്നൊരു സാരിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ മെജന്ത ഇപ്പോഴത്തെ ടിഷ്യൂ സാരിയിൽ വരുന്നത്. ഇങ്ങനെ കുറേ സാരി മിററിൽ വെച്ച് നോക്കി, ഡ്രൈപ്പ് ചെയ്ത് നോക്കി. ഇത് മഡിസർ 9 യാർഡ് സാരി, എന്ത് ഭംഗിയാ പർപ്പിൾ അല്ലേ. ഇത് തിരുഭുവനം സിൽക്ക്, വൺ സൈഡ് ബോർഡർ വരുന്ന തിരുഭുവനം സിൽക്ക്. ഇതെല്ലാം ഒരു 6,000 സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ വേറെ അവിടെ ഉണ്ടായിരുന്ന സാരി, ഓർഗൻസ സാരി ഉണ്ട്, ബനാറസ് ജോർജറ്റ് ഉണ്ട്, പിന്നെ ഷിഫോൺ ക്രഷ്ഡ് സാരി, കട്ടാൻ സാരി, ഓർഗൻസ, റോസ് സിൽക്ക്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സാരി. ഇതെല്ലാം നല്ല റേറ്റുള്ള 12,000 വരെയുള്ള ഓർഗൻസ സാരിയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. 12,000 ഒരു സാരി നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാരി സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഞാൻ ബില്ല് ചെയ്തു. അപ്പോൾ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ല് മേടിച്ച് സാരി ഡെലിവറി എടുക്കാൻ പോവാണ്. സാരി ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബില്ലും കൊണ്ട് കൊടുത്താൽ അവർ സൈഡ് കെട്ടിത്തരും. ഈ കാണുന്ന റാണി പിങ്കാണ് ഞാൻ എടുത്തിട്ടുള്ള സാരി. അത് കഴിഞ്ഞ് നേരെ താഴെ വന്നു. താഴെ വന്നപ്പോൾ ഡിസ്കൗണ്ട് വൗച്ചർ ഞങ്ങൾക്ക് 4 എണ്ണം എന്തോ കിട്ടി, 4 5 കിട്ടി. അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി ഞങ്ങൾ കഴിക്കാൻ പോയി. എപ്പോഴത്തെയും എൻ്റെ ഫേവറേറ്റ് കർഡ് റൈസ്, എ ടു ബിയിലെ ക്രീമി കർഡ് റൈസ്. അപ്പോൾ കർഡ് റൈസ് കഴിച്ചു. പിന്നെ എ ടു ബി സ്വീറ്റ്സിൻ്റെ സ്റ്റോറാണ്. സോ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ്, ജിലേബി, ലഡു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് എ ടു ബി വെജ് റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയി. അഗെയിൻ ഒരു യൂബർ എടുത്തു. യൂബറിൽ കയറിയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.
Hope you all enjoyed our video. Please do subscribe.